കാര്യം അവരുടെ ആ ചാറ്റിലെ വിവരങ്ങൾ ഇത് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇവർ കൈമാറാൻ തയ്യാറല്ലെങ്കിൽ, ഇന്ത്യയിൽ ഓഫീസ് ഇല്ലെങ്കിൽ ഇത് നിരോധിക്കുന്ന കാര്യം ഇന്ത്യ ഗവൺമെൻറ് സജീവമായിട്ട് പരിഗണിക്കും. കാര്യം ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വളരെ ഭയാനകമായ ഒരു സാഹചര്യം ഈ ഒരു റെയ്ഡിൽ നമ്മൾ കണ്ടത് റൈസിൻ എന്ന് പറയുന്ന കെമിക്കൽ വെപ്പൺ. ഇത് ആവണക്കെണ്ണയിൽ നിന്നും ആവണക്കിൻ്റെ കുരുവിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഈ റൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കല് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. ഇത് IS ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ISൽ നിന്ന് ആ ടെക്നോളജിയും അതിൻ്റെ അപ്പാരറ്റസും എല്ലാം ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം IS വന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ റൈസിൻ എന്ന് പറയുന്ന കെമിക്കലിന് ഒരു ആൻറ്റിഡോട്ട് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, മറുമരുന്ന് ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഒരാളുടെ ദേഹത്ത് പോയി കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ലോകത്ത് വികസിപ്പിച്ച മറ്റ് കെമിക്കൽ വെപ്പൺസിനെല്ലാം ആൻറ്റിഡോട്ട്സ് ഉണ്ട്, മറുമരുന്നുണ്ട്, ഒരാളെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ഒരാളെയും രക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇത് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ജലസംഭരണികളിൽ, കോളനികളിലെ ജലസംഭരണികളിൽ, പഴക്കടകളിൽ എല്ലാം കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവർ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള, അതായത് നമുക്ക് ഈ കോൺട്രാബാൻഡ് ആയിട്ടുള്ള നിരോധിക്കപ്പെട്ട ടെക്നോളജികളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.